അത് മഴ അല്ലേ? എന്താ ഒരു മഴക്കൊരു ഇല്ല, പോവുകയില്ലല്ലോ പഠിച്ചവന്. എന്താന്ന് അവിടൊക്കെ നല്ല പെയ്യുന്നുണ്ട്, കാറ്റും മഴയും. പൈസ അങ്ങോട്ട് പോസത്തെ കല കാറ്റും മഴയുണ്ട്. തെങ്ങുകളൊക്കെ കണ്ടാറും മഴ നമ്മളെയും കൊണ്ടേ പോകും തോന്നും. പേടിയാവുക ഓരോ ഭാഗത്ത് ഓരോന്ന്. ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ പുറത്തും രാത്രിയും രാവിലെയും ഒക്കെ മഴ തന്നെയാണ് കേട്ടോ, നല്ല മഴയാണ്. പിന്നെ നമ്മുടെ മഴ പെയ്താൽ പിന്നെ പറയേ വേണ്ട കേട്ടോ, ഒരേ ചോർച്ചയും ഓതം പിടിച്ച പോലെയൊക്കെയാണ്. അപ്പോൾ ഇന്ന് രാവിലെ നമ്മൾ ചായക്ക് കടി ഉപ്പുമാവാട്ടം ഉണ്ടാക്കണം. അപ്പോൾ ഉമ്മ രാവിലെ തന്നെ ഹോസ്പിറ്റലിലേക്ക് പോയിരിക്കുകയാണ് കേട്ടോ. അമ്മക്ക് കുറേ ദിവസമായി കൈ വേദന എന്ന് പറയുന്നുണ്ട്, കുറേ ആയിട്ടാണ് പറയാൻ തുടങ്ങിയിട്ട്. ഇപ്പോൾ നമ്മുടെ ഹെൽത്ത് സെൻറ്ററിലൊക്കെ പോയി. അപ്പോൾ അവിടെ നിന്ന് പോയിട്ട് മരുന്ന് കഴിച്ചിട്ടൊന്നും സമാധാനമില്ല കേട്ടോ. പിന്നെ പച്ചമരുന്ന് കഴിക്കുന്ന ആൾക്കാരാണ് അവരൊക്കെ. അപ്പോൾ ഞാൻ അത് ഇംഗ്ലീഷ് മരുന്ന് കാണിച്ചിട്ട് ഭേദമില്ലെങ്കിൽ അത് വാങ്ങണം എന്ന് പറയുന്നുണ്ടായിരുന്നു. പിന്നെ അപ്പോൾ നമ്മുടെ ഇവിടെ പാലക്കാട് ജില്ലാ ഹോസ്പിറ്റലിലേക്ക് പോയിക്കാണ് കേട്ടോ, കൈ കാണിക്കാൻ വേണ്ടിയിട്ട്. കൈ കാണിക്കാൻ അവിടെ പോയാൽ പിന്നെ ഒരു സ്കാനിങ് ഒക്കെ ചെയ്യാൻ പറയും. അത് പഠിച്ചിട്ട് അമ്മ എത്ര ദിവസം പോകാണ്ടിരുന്നിട്ട്, അപ്പോൾ വേദന സഹിക്കാൻ വയ്യാണ്ടായപ്പോൾ അമ്മ പോയിക്കാണ്. അപ്പോൾ ഞാൻ രാവിലെ തന്നെ കുട്ടികളൊക്കെ ഓരോരുത്തർ എണിച്ച് വന്നിട്ടുണ്ട്, ചായയൊക്കെ കുടിയിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഉപ്പുമാവാട്ടം ഉണ്ടാക്കി, റവ ഉപ്പുമാവാണ് ഉണ്ടാക്കിയത്. റവ വറുത്തിട്ട് ഞാൻ ഉണ്ടാക്കിയാണ് കേട്ടോ. അപ്പോൾ നോക്കുമ്പോൾ കുറച്ച് വെള്ളം കുറവായി പോയി. അപ്പോൾ അതുകൊണ്ട് ഇളക്കാനൊന്നും പറ്റുന്നില്ല കേട്ടോ, ഭയങ്കര ടൈറ്റായ പോലെ ആയി. ഞാൻ എപ്പോഴും ഉണ്ടാക്കുക ഇങ്ങനെ വരില്ല, ഇന്ന് എന്താ പറ്റിയെന്നറിയില്ല, കുറച്ച് കട്ടിയായി പോയിട്ടാ. അപ്പം ഞാൻ റിയാസ്ക്ക് കഴിക്കുമെന്നൊന്നും അറിയില്ല. റിയാസ്ക്കാക്ക് എന്താ പറയുക, കറക്റ്റ് അളവായിരിക്കണം കേട്ടോ. വെള്ളം കൂടിയാലും പ്രശ്നമാണ്, വെള്ളം കുറഞ്ഞാലും പ്രശ്നമാണ്. നമ്മുടെ റവക്ക് അതൊരു ഇതാണല്ലേ. അപ്പം ഞാൻ എങ്ങനെയൊക്കെ നമ്മുടെ ഗ്യാസ് അടുപ്പാണെങ്കിൽ പാത്രം നിൽക്കണമില്ല കേട്ടോ, അത് നീങ്ങി പോവുകയാണ്. അപ്പോൾ എങ്ങനെയൊക്കെ ഞാൻ പിടിച്ചിളക്കി. പിന്നെ നമ്മുടെ അടുപ്പ് കുറച്ച് ഹൈറ്റ് കൂടുതലായതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ ഇളക്കാനൊക്കെ. അപ്പം ഞാൻ എങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇളക്കിയെടുത്തു. എന്നിട്ട് റിയാസ്ക്കാട് വന്നിട്ടുണ്ട് കേട്ടോ കഴിക്കാൻ. അപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ടും അവിടെ ഇവിടെയും ബ്ലോക്കും ഒക്കെ ആയതുകൊണ്ടും ഓട്ടോ ഒക്കെ കുറവാണ്. അപ്പോൾ ആൾ ആകെ ടെൻഷനിലിരിക്കുകയാണ് കേട്ടോ. സ്കൂൾ ട്രിപ്പ് എടുക്കാൻ പറ്റുന്നില്ലല്ലോ. ഇപ്പോൾ കുറേ ദിവസമായിട്ട് സ്കൂളൊക്കെ പൂട്ടിയിരിക്കുകയാണല്ലോ. വെള്ളപ്പൊക്കം അവിടെ ഇവിടെയൊക്കെ. നമ്മുടെ പാലക്കാട് തന്നെ 2-3 ഭാഗത്ത് ഉരുൾപൊട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അപ്പോൾ റിയാസ്ക്ക് കഴിക്കാൻ വന്നിട്ടുണ്ട്. അപ്പോൾ മൂപ്പരാകെ ടെൻഷനിലാട്ടോ, ഓട്ടോ ഇല്ല പറഞ്ഞിട്ട്. നമുക്കൊക്കെ എന്താ പറയുക, വാടക വീടല്ലേ, വാടക കൊടുക്കണ്ടേ. സ്വന്തം വീടാണെങ്കിലും കൂടി ഉള്ള കഞ്ഞി കുടിച്ച് മിണ്ടാണ്ടിരിക്കുകയായിരുന്നു. അതിപ്പോൾ അതിനും പറ്റില്ല, നമുക്ക് വാടക കൊടുത്തില്ലെങ്കിൽ നമ്മളെ അവർ ഇറക്കി വിടൂലേ. അപ്പോൾ ആ ടെൻഷനിലാട്ടോ മൂപ്പര്. പിന്നെ വണ്ടിൻ്റെ അടവുണ്ട്, മാസം അത് അടക്കണം. അപ്പോൾ സ്കൂളും പൂട്ടിയിരിക്കുകയാണ്. അപ്പോൾ ആകെ മൂപ്പര് ഒരേ ടെൻഷനിലാട്ടോ ഇരിക്കണത്. പിന്നെ വണ്ടിക്ക് ഇൻഷുറൻസ് ഒന്നും കെട്ടിയിട്ടില്ല. അപ്പോൾ അങ്ങനെ അപ്പോൾ അന്നുള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പോവുകയാണ് കേട്ടോ. ഒരുപാട് ആഡംബരങ്ങളൊന്നും ഇല്ലാണ്ട് നമ്മുടെ ജീവിതം മുന്നോട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ ഞാനിന്ന് പരിപ്പ് കറി വെക്കാൻ വിചാരിച്ചു കേട്ടോ. അപ്പോൾ സിമ്പിളായിട്ട് ഞാൻ കുക്കറിൽ പരിപ്പും തക്കാളിയും സവാളയും വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പൊക്കെ ഇട്ടിട്ട് ഒരു വിസിലിന് അടിച്ചെടുത്ത ശേഷം പിന്നെ നമ്മുടെ തേങ്ങ കൂട്ടിക്കൊടുത്ത് താളിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ സിമ്പിളായിട്ട് കഷ്ണങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ വെക്കും. അപ്പോൾ ഒരു ഉരുളക്കിഴങ്ങ് ഉണ്ടായിരുന്നു, അത് മാത്രം ഇട്ടിട്ടുണ്ട് കേട്ടോ. കുറച്ച് മധുരം ഉണ്ടോ നോക്കാം. മധുരല്ലടാ, മധുരല്ലടി. പിന്നെ തേങ്ങ കൊടുക്കുമ്പോൾ കുറച്ച് വെള്ളം പോയിട്ട് ലൈറ്റ് മധുരം ഉണ്ടായിരുന്നു. അപ്പോൾ തേങ്ങ പൊട്ടിക്കുന്ന സൗണ്ട് ആയിട്ട് നമ്മുടെ റേസ് കുട്ടിയൊക്കെ ഓടി വരും. അപ്പോൾ ഞാൻ അവനിക്കും കൊടുത്ത് കുറച്ച് ഞാനും കുടിച്ചു. പിന്നെ ഞാൻ അതൊന്ന് ചിരണ്ടി എടുക്കണം കേട്ടോ, ചിരണ്ടി അരച്ചെടുക്കണം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ നമ്മുടെ മീനൊന്ന് മുളക് തേച്ച് വെക്കാൻ വിചാരിച്ചു കേട്ടോ. അപ്പോൾ നമ്മുടെ നങ്കിമീനാണ്, നങ്കിമീൻ മാന്തൽ എന്നൊക്കെ പറയും കേട്ടോ. അപ്പം ഞാൻ കുറച്ച് വീഡിയോക്ക് സ്പീഡ് കൂട്ടുന്നുണ്ട് കേട്ടോ, അവിടെ ഇവിടെ ഒക്കെ ആയിട്ട്. അല്ലെങ്കിൽ നമ്മുടെ വീട് ഒരുപാട് ലെങ്ത്തായി പോകും, അത് കാരണം ഞാൻ ഇത്തിരി സ്പീഡ് കൂട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ അതിൻ്റെ ഇടയിൽ കുറച്ച് അലക്കാനൊക്കെ ഉണ്ടായിരുന്നു, മഴ ആയതുകൊണ്ട് ഉണങ്ങിയും കിട്ടണില്ല. അപ്പോൾ പാത്തുക്കുട്ടിൻ്റെ തുണികളും നിറയെ ഉണ്ടായിരുന്നു കേട്ടോ. അവൾക്ക് പാമ്പേഴ്സ് ഇട്ടാലും പുറത്ത് പോകും മൂത്രം. അപ്പോൾ അത് കാരണം അവൾക്ക്
അവൾ ചിലപ്പോൾ അങ്ങനെ മൂത്രത്തുണികളൊക്കെ ഇന്ന് നിറയെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ 2 ട്രിപ്പായിട്ട് തിരുമ്പി എടുത്തത്. അപ്പോൾ അതൊക്കെ തിരുമ്പി ഞാൻ കുറച്ചൊക്കെ മുറ്റത്ത് കൊണ്ടുവന്ന് ഇട്ട് വെയിലുള്ളിൽ ഇടയ്ക്കൊരു വെയിലടിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് നേരമൊക്കെ അങ്ങനെ വെച്ചു, വാട്ടിയെടുത്തിട്ടുണ്ട്. പിന്നെ ഉള്ളിൽ തന്നെ കൊണ്ടുവന്നിട്ട് കേട്ടോ. പിന്നെ നമ്മുടെ മുളക് പൊടിയൊക്കെ തീർന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് റിൻഷി പറഞ്ഞിങ്ങനെ കളിയാക്കുകയാണ്, മുളക് പൊടി ഇല്ലല്ലോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ മാന്തളൊക്കെ നന്നാക്കി കഴുകിയ ശേഷം അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടിയൊക്കെ ഇട്ട് തിരുമ്പി വെച്ച് കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ തേങ്ങ ചിരണ്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇമ്മ ഇപ്പോൾ എപ്പോൾ വരും എന്നൊന്നും അറിയില്ല കേട്ടോ. ഇമ്മ ചിലപ്പം വൈകുന്നേരം ആവും വരുമ്പോൾ, വല്യമാനെ കാണാനൊക്കെ ചിലപ്പം പോയിട്ടായിരിക്കും വരിക. പിന്നെ ജില്ലാ ആശുപത്രി പോയാൽ പറയേ വേണ്ട കേട്ടോ, നല്ല തിരക്കായിരിക്കും. പിന്നെ അവൻ്റെ തിരക്കും ചെക്കപ്പൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ എന്തായാലും നേരമാവും. അപ്പോൾ എന്തായാലും വൈകുന്നേരം നോക്കിയാൽ അതിഞ്ഞ്. അപ്പോൾ ഞാൻ വേഗം ഒന്ന് അരച്ചെടുക്കട്ടെ. അപ്പോൾ എൻ്റെ ജാറ് കുറച്ച് മൂർച്ച കുറവാട്ടോ, തേങ്ങ പെട്ടെന്ന് അരഞ്ഞ് കിട്ടൂല. അപ്പോൾ കുറേ വട്ടം ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഞാനിത് തേങ്ങ ഒക്കെ അരച്ചിട്ട് അതിൽ കൂട്ടിയിട്ടൊന്ന് താളിച്ചാൽ മതിയാവും കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് സ്പീഡ് കൂട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് വേഗം കാണിക്കണ പോലെ തോന്നുന്നത്. അപ്പോൾ അങ്ങനെ ഞാനിങ്ങനെ ചാറ് കൂട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ റിജുക്കുട്ടി ഒപ്പം ഉണ്ട് കേട്ടോ. ഓരോന്ന് പറഞ്ഞിട്ട് മുടിപ്പ് കൊണ്ടുവന്നിട്ട് കുത്തിത്താന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കരയുന്നുണ്ട്. അപ്പോൾ ഞാൻ അതൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അവൾ എൻ്റെ ഷാൾ കണ്ടിട്ട് ഷോൾ വേണം പറഞ്ഞിട്ട് ഒരേ കരച്ചിലായിട്ടോ, പിടിച്ച് വലിക്കുക കേട്ടോ ഷോളിനെ. അപ്പോൾ ഞാൻ വീഡിയോ ഓഫാക്കാനും മറന്നുപോയി. പിന്നെ അതിൻ്റെ റിൻഷിമോൾ വന്ന് എന്തൊക്കെയാണ് കാണിക്കുന്നുണ്ട് കേട്ടോ, കോപ്പറേറ്റുകൾ. ഇപ്പോൾ സ്കൂളില്ലാതെ പറഞ്ഞാൽ ഇവിടെ വലിയ അംഗമാണ് കേട്ടോ. 3 ആളും തമ്മിൽ അടിമക്കാണാവും. പിന്നെ അവൻ്റെ വക്കാണത്തിന് നേരം ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ സ്കൂളില്ലെങ്കിൽ അവർ പരസ്പരം വക്കാണായും കൊണ്ടേയിരിക്കും. പിന്നെ ആൾക്ക് TV ഒന്നുമില്ല കാണാൻ, അതുകൊണ്ടാണ് അവർക്ക് ഒരുപാട് ബോറടിച്ചിട്ടാണ് കേട്ടോ അവർ തമ്മിൽ അങ്ങനെ. പിന്നെ റിൻഷിമോൾ കുറച്ച് നേരം എഴുതുക, ബുക്ക് വായിക്കുക, അങ്ങനെയൊക്കെ ചെയ്യും. പിന്നെ ഗ്രാഫ്റ്റ് ഉണ്ടാക്കുക, അങ്ങനെയൊക്കെ ചെയ്യും കേട്ടോ. അവൾക്ക് തോന്നി അങ്ങനെയൊക്കെ ചെയ്യും. പിന്നെ മദ്രസ ലീവാണ്, സ്കൂളും ലീവാണ്. അപ്പോൾ പിന്നെ ഒന്ന് മേച്ചെടുക്കണമെങ്കിൽ വലിയ പാട് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ വേഗം ചാറൊന്ന് താളിക്കട്ടെ, എന്നിട്ട് വേണം മീൻ പൊരിച്ചെടുക്കാൻ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വേഗം കടുകും കറിവേപ്പിലയൊന്നും കിട്ടിയില്ല കേട്ടോ. അപ്പോൾ ഞാൻ വേഗം ഷോളും കൊണ്ട് തന്നെ പിടിച്ച് അപ്പുറത്തേക്ക് വെച്ചിട്ട് റിജുക്കുട്ടി കരയണായിരുന്നു, പെട്ടെന്ന് പണി തീർക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ അവൾ അവിടെ നിന്ന് ഷോൾ ഇങ്ങനെ പിടിച്ച് വലിക്കുന്നുണ്ട്. അപ്പം പിന്നെ കടുകൊക്കെ പൊട്ടി കഴിഞ്ഞ ശേഷം എൻ്റെ ഷോളിൽ വലിച്ചിട്ട് പോയിട്ട് അവൾ പിന്നെ ഞാൻ പോയിട്ട് വേറെ ഷോളിലിട്ട് വരിക ചെയ്ത്. അവൾക്ക് ഇടയ്ക്ക് ഇങ്ങനെ കേട്ടോ വാശി പിടിച്ചാൽ പിന്നെ ഒരേ കരച്ചിലായിരിക്കും. പിന്നെ ഇടയ്ക്ക് ഒരേ പൊട്ടിത്തെറുപ്പും കാട്ടിക്കൊണ്ടിരിക്കും. അംഗൻവാടി ഉണ്ടെങ്കിൽ പിന്നെ ഞാൻ അംഗൻവാടി കൊണ്ടുവിടും കേട്ടോ. അപ്പോൾ അംഗൻവാടി സ്കൂളും അംഗൻവാടികളൊന്നും ഇല്ലല്ലോ ഇപ്പോൾ മഴയായ കാരണം. പിന്നെ നമ്മുടെ ഇവിടെ നമ്മുടെ അടുത്തുള്ള പുഴയൊക്കെ നിറഞ്ഞ് കവിഞ്ഞൊഴുകയാണ് കേട്ടോ. പിന്നെ ഇപ്പം നിൽക്കുന്നിടത്ത അവസ്ഥ, അവിടെ അവർ വീട് മാറി എന്നൊക്കെ പറയുന്നത് കേട്ടോ. അവൻ്റെ അനിയത്തിൻ്റെ വീട്ടിലേക്ക് പോയി എന്നൊക്കെ പറയുന്നത് കേട്ടോ. അവിടെ ഉരുൾപൊട്ടലൊക്കെയാണ്. അപ്പോൾ ചിലപ്പം പനങ്ങോട്ട് കൂട്ടിയിട്ട് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഉമ്മാനെ കൊണ്ട്. അവിടെ പഠിച്ചം എന്താ പറയുക, അള്ളാ എല്ലാവരെയും തൊട്ട് കാക്കട്ടല്ലേ. ഓരോന്ന് കാണുമ്പോഴും കേൾക്കുമ്പോഴും സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ. എന്താ പറയുക, ഒരു കുടുംബത്തിൽ നിന്ന് എത്ര ആൾക്കാരാണ് അല്ലേ പോണത്. അപ്പോൾ എന്തായാലും അവർക്ക് ക്ഷമയും സബൂറൊക്കെ കൊടുക്കട്ടെ പഠിച്ചം. അപ്പം നിങ്ങളും നമ്മുടെ പ്രാർത്ഥനയിലൊക്കെ ഉൾപ്പെടുത്തുക. നമുക്ക് പ്രാർത്ഥിക്കാനല്ലേ പറ്റുള്ളൂ. പഠിച്ച മഴയൊക്കെ കമ്മിയാക്കി തരട്ടെ, ആവശ്യത്തിന് തരട്ടെ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെ തന്നെ കേട്ടോ. പരിപ്പിച്ചാറും മാന്തൾ പൊരിച്ചതൊക്കെയാണ് ഇന്ന്. അപ്പോൾ മീൻ ഇനി നല്ല ഒന്ന് മൊരിക്കണം കേട്ടോ. ഇവിടെ മൊരിച്ചാലേ റിഞ്ചുമോളും റൈസൊക്കെ കൂട്ടുള്ളൂ, അല്ലെങ്കിൽ അവർ കഴിക്കൂല കേട്ടോ. അപ്പോൾ അധികം ഞാൻ പരിപ്പിച്ചാറിന് കേട്ടോ. അപ്പോൾ ഇന്നലെ വെള്ളപ്പയർ കറി വെച്ചു. ഇന്നലെയും 2-3 മീനൊക്കെ എടുത്ത് വറുത്ത് കൊടുത്തു കേട്ടോ. അപ്പോൾ മാന്തൾ ഭയങ്കര ഇഷ്ടമാണ് ഇവർക്കൊക്കെ. പിന്നെ പച്ചമീനൊന്നും ഇപ്പോൾ വരുന്നില്ല കേട്ടോ, മഴയായ കാരണം. അവിടെ ഇവിടെ ഇതായാലൊന്നും വരുന്നില്ല. പിന്നെ പണിയൊക്കെ കഴിഞ്ഞ് ഞാൻ തിരുമ്പി തുണികളൊക്കെ തോരട്ട് പിന്നെ അവിടെ റിൻഷിമോളൊന്ന് അടിച്ചു വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയിൽ നമ്മൾ പാത്തു കുറച്ച് പണിയൊക്കെ ഒപ്പിച്ച് വെച്ചിട്ട് അതൊക്കെ ഒന്ന് വൃത്തിയാക്കി കഴുകി തുടച്ച്. പിന്നെ മഴ പെയ്തുകൊണ്ട് എല്ലാവിടെയും വെള്ളമോട്ടോ, അകത്തും പുറത്തും വെള്ളമാണ്. പിന്നെ അടുപ്പൊക്കെ നമുക്ക് കത്തിക്കണമെങ്കിൽ കുറച്ച് പണിയാണ് കേട്ടോ. അടുപ്പിൻ്റെ ഇടയ്ക്ക് ചോരുന്ന കാരണം പിന്നെ അടുപ്പൊക്കെ പൊട്ടിക്കായിരുന്നു. പിന്നെ അതൊക്കെ ഒന്ന് ഇന്നലെ സിമെൻറ്റ് ഇട്ട് റെഡിയാക്കി തന്നിട്ടുണ്ട്. പിന്നെ ഇതാ ഞാൻ കുറച്ച് പാത്രങ്ങളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ കഴിച്ചതിൻ്റെയും ചായ കുടിച്ചതിൻ്റെയും ഇതൊക്കെ ചോറും കൂട്ടാൻ വെക്കുമ്പോൾ നിരന്നതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകിയെടുക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ പണിയൊന്നുമില്ല. ഇനിയിപ്പോൾ നമുക്ക് നിസ്കരിക്കുക, ഇനി കുട്ടികൾക്കൊക്കെ ചോറ് കൊടുക്കുക, ഇനി കുറച്ച് റെസ്റ്റാണ് കേട്ടോ. അത് കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരമുള്ള പണികളെ ഉണ്ടാവുള്ളൂ. പിന്നെ ഇപ്പോൾ പാത്തുവിന് പിന്നെ എന്തെങ്കിലും കഴിക്കാൻ കൊടുത്താൽ പിന്നെ അവൾ പണി തന്നുകൊണ്ടേയിരിക്കും കേട്ടോ. പിന്നെ അതുകൊണ്ട് പിന്നെ ആ പണി അധികം ഉണ്ടാവും, എക്സ്ട്രാ അധികം ഉണ്ടാവും. അപ്പോൾ ഞാനും റിൻഷിമോളും ഉമ്മയൊക്കെ മാറിയിട്ട് ഇങ്ങനെ ചെയ്യും കേട്ടോ. അപ്പം ഞാൻ അതിനൊന്ന് നല്ലൊരു ഡോക്ടറിനെ കാണിക്കണം.
അപ്പോൾ അവൾക്ക് ഹോമിയോ മരുന്ന് നട്ടാ കൊടുത്തുകൊണ്ടിരിക്കണം. ഞാൻ ആ ഡോക്ടറിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ കംപ്ലൈൻറ്റ് വരുമ്പോൾ ഒരു ദിവസം 2-3 വട്ടം, 2-3 വട്ടമൊന്നുമല്ല, ഒരു 10 വട്ടമൊക്കെ ആദ്യം പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതങ്ങനെ 2-3-4 ആയി. ഇനിയിപ്പോൾ ഒന്നും കൂടി ഇപ്പോൾ അവൾക്ക് എന്താണ് വയറിനൊരു ഇടങ്ങറ് എന്നുള്ളത് അറിയണില്ല. അപ്പോൾ ഇപ്പോൾ ഹോമിയോയിലേക്ക് ഞാൻ 2-3 വട്ടം പോയിട്ടോ, മരുന്നൊക്കെ വാങ്ങിക്കാനും പനിൻ്റെയും ചുമൻ്റെയും. ഇനിയിപ്പോൾ ഇതിനായിട്ട് പിന്നെ ഇനി 2 ആഴ്ച കഴിഞ്ഞിട്ട് വേണം പോകാൻ. അപ്പോൾ വേണം കാര്യം പറയാൻ. അവൾ എന്ത് കഴിച്ചാലും തടിയിലും പിടിക്കണില്ല, ആൾക്ക് മെലിഞ്ഞ് വരികയാണ് കേട്ടോ. കഴിക്കുന്നുണ്ട്, പക്ഷെ അത് തടി കാണുന്നില്ല. എന്താ ചെയ്യാലേ, അവളിങ്ങനെ ആകുമ്പോഴാണ് ആകെ നമുക്ക് ടെൻഷനാവണത്. എന്ത് കൊടുത്താലും മെലിഞ്ഞ് വരികയാണ്. അതും തടി പിടിക്കണില്ല കൊടുക്കണതൊന്നും. അങ്ങനെയൊക്കെ ആയിട്ട് അപ്പോൾ ഒന്ന് ഇത്തിരി ഒന്ന് വെയിൽ അടിക്കണ പോലെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ തുണികൾ കൊണ്ട് ഇട്ടാൽ പിന്നെയും മഴ പെയ്യും. അത് കാരണം ഞാനൊക്കെ ഉള്ളിൽ തന്നെ ഇട്ടിരിക്കണം കേട്ടോ. പിന്നെ ഇതാ നമ്മുടെ അടുക്കളയിലൊക്കെ നിൽക്കുകയാണെങ്കിൽ പിന്നെ ചെരുപ്പിട്ടിട്ട് നിൽക്കണം. നല്ല ചോർച്ചയാണ്. പിന്നെ ഈ കാണുന്ന ചുമരൊക്കെ ഒന്നും കുതിർന്നിട്ടാട്ടോ നിൽക്കണം. എപ്പോഴാണ് നമ്മൾ നല്ല മഴ പെയ്ത് കഴിഞ്ഞാൽ വീഴുക എന്നുള്ളത് അറിയില്ല. അങ്ങനെ കുതിർന്നതായി നിൽക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ബാക്ക് തൊടിയൊക്കെ ഫുള്ളും വെള്ളമാണ് കേട്ടോ. കൊക്കറിനെയൊക്കെ നിറഞ്ഞ് കിടക്കുന്നുണ്ട്. വെള്ളമാണ്, കംപ്ലീറ്റ് വെള്ളമാണ്. പിന്നെ ഇടക്കിടക്ക് പാമ്പും ഇതൊക്കെ വരുന്നുമുണ്ട്. നമ്മളെന്തായാലും പടച്ചോൻ കാക്കട്ടെ അല്ലേ. നമുക്ക് എന്താ പറയുക, ഇരിക്കാനൊരു വീട് നല്ല സേഫ്റ്റി ആയിട്ടില്ല പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ പടച്ചോൻ എന്നാവല്ലേ നമുക്കൊക്കെ ഒരു വീട് കിട്ടുക നല്ലപോലെ സേഫ്റ്റി ആയിട്ട്. അല്ല മരിച്ചു പോയാൽ നമ്മുടെ മണ്ണിനടിയിൽ എല്ലാം ഉണ്ടാവും. എന്നാലും അതല്ലേ നമ്മൾ ഇരിക്കണവരെ, നമ്മുടെ മക്കളായിട്ട് ഇരിക്കണവരെ സേഫായിട്ട് ഇരിക്കണമല്ലോ. എന്തെങ്കിലും ഒരു കാലം വരും എന്നുള്ളൊരിതിൽ നമ്മൾ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണല്ലേ. അപ്പോൾ എല്ലാവരും നമുക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യട്ടെ. നിങ്ങളുടെ ദുആയിലൊക്കെ നമ്മളെ ഉൾപ്പെടുത്തുക. കുഞ്ഞു മക്കളെയും കൊണ്ടിരിക്കണമല്ലേ, പടച്ചോൻ കാക്കട്ടെ. എന്ത് വന്നാലും പക്ഷേ എൻ്റെ കണ്ണിൽ കാണും കേട്ടോ. അതുകൊണ്ടൊരു സമാധാനം ഉണ്ട്. നമ്മളിപ്പോൾ പാമ്പാണെങ്കിലും എന്ത് സാധനമാണെങ്കിലും നമ്മുടെ കണ്ണിൽ കാണുന്നതുകൊണ്ട് നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. അല്ലാണ്ടാകുമ്പോഴാണ് നമുക്ക് ബുദ്ധിമുട്ട്. അങ്ങനെ ഇതാ നമ്മുടെ മീനൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. പറയാൻ നിന്നാൽ ഒരുപാട് പറയാനുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കും. അങ്ങനെയുള്ള ഒരാളാണ് ഞാൻ. മനസ്സിൽ വെക്കൂല കേട്ടോ. എന്തുണ്ടെങ്കിലും തുറന്ന് ഓപ്പണായിട്ട് പറയും. മനസ്സിലൊന്നും ഞാൻ വെക്കൂല. അപ്പോൾ അതാ അങ്ങനെ ചോറൊക്കെ ആയിട്ടുണ്ട്. ഇനി റെജിക്കുട്ടി ചോറ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇനി ചോറ് കൊടുക്കണം. പാത്തോനും റെജിക്കുട്ടിക്കൊക്കെ ചോറ് കൊടുക്കണം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങളൊക്കെ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. അപ്പം 3 സ്കൂളില്ലാത്ത കാരണം ഒരേ അംഗത്തിലാണ് അവിടെ. ഒച്ചയും പാടും ഉള്ളതുകൊണ്ട് നമുക്ക് പിന്നെ പേടിയില്ല, പാമ്പൊന്നും വരില്ല. അപ്പം നമ്മുടെ ഇന്നത്തെ ഇനി ഇവിടുന്ന് അങ്ങോട്ട് അവൻ്റെ ഒരേ കളിയും ബഹളമൊക്കെ ആയിരിക്കും കേട്ടോ. അപ്പം ഞാൻ പണിയൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ച് ഇങ്ങനെ ഒന്നിരിക്കുകയാണ് കേട്ടോ. അപ്പം റിയാസ്ക്ക് ഓട്ടോ ഒന്നും ഇല്ലാണ്ട് വന്ന് ക്ഷീണിച്ച് കിടക്കുകയാണ്, സങ്കടപ്പെട്ട് കിടക്കുക കേട്ടോ, ഓട്ടോ ഒന്നും ഇല്ലാതെ പറഞ്ഞിട്ട്. അപ്പം ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് നാളെ വരാം. അതുവരെയും ബൈ, അസ്സലാമു അലൈക്കും, താങ്ക്സ് ഫോർ വാച്ചിങ്.